ആകും മാഞ്ചസ്റ്റർ സിറ്റിയിൽ കെവിൻ ഡി ബ്രൂയിനയുടെ പകരക്കാരൻ. റയൽ മാഡ്രിഡിൽ സാബി അലോൺസോയുടെ കരുനീക്കങ്ങൾ എന്തെല്ലാം? ആഴ്സണലിലും ചെൽസിയിലും പുതിയ സ്ട്രൈക്കർമാരെത്തുമോ? യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കിരീട ചിത്രം ഏതാണ്ട് തെളിഞ്ഞതോടെ ഇനി എല്ലാ കണ്ണുകളും ട്രാൻസ്ഫർ വിപണിയിലേക്ക്. വിൻഡോ ഓപ്പൺ ആവാൻ ഇനിയും ദിവസങ്ങളുണ്ടെങ്കിലും അണിയറയിൽ ചടുല നീക്കങ്ങൾ ചൂടുപിടിച്ചു കഴിഞ്ഞു. പുതുതായി ആരൊക്കെ എത്തും? കളം മാറി ചവിട്ടാൻ തയ്യാറെടുക്കുന്നത് ആരെല്ലാം? നടപ്പ് സീസണിൽ തങ്ങളുടെ വീക്ക്നസ് കൃത്യമായി മനസ്സിലാക്കിയ ക്ലബ്ബുകൾ പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റിനായി വലവിരിച്ചു കഴിഞ്ഞു. യൂറോപ്പിലെ പ്രധാന ട്രാൻസ്ഫർ വാർത്തകൾ പരിശോധിക്കാം. ഇത്തവണ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും കാലിടറിയവരാണ് റയൽ മാഡ്രിഡ്. ബദ്ധവൈരികളായ ബാഴ്സലോണയ്ക്കെതിരെ സമ്പൂർണ്ണ പരാജയം നേരിട്ട സീസൺ. എതിരാളികൾ കരുത്താർജിച്ചതോടെ പുതിയ വെടിക്കോപ്പുകളെ എത്തിക്കാതെ മറ്റൊരു ഓപ്ഷനില്ലെന്ന ബോധ്യം റയൽ മാനേജ്മെൻറ്റിനുമുണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് പകരം പുതിയ കാല പരിശീലകൻ സാബി അലോൺസോയെ എത്തിച്ചതും ഇതിൻ്റെ ആദ്യ പടിയായാണ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ലിവർപൂൾ റൈറ്റ് ബാക്ക് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് ഡീൽ വിജയകരമായി പൂർത്തിയാക്കാനായി. ഏറ്റവും ഒടുവിൽ പ്രതിരോധ നിരയിലേക്ക് 20-കാരൻ ഡീൻ ഹ്യൂസനെ എത്തിക്കാനുള്ള ശ്രമവും അവസാന ഘട്ടത്തിലാണ്. ബോൺമൗത്ത് ആവശ്യപ്പെട്ട 58 മില്യൺ റിലീസ് ക്ലോസ് നൽകാൻ ക്ലബ്ബ് സന്നദ്ധമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇംഗ്ലീഷ് ക്ലബ് ബോൺമൗത്തിനായി മികച്ച പ്രകടനം നടത്തിവരുന്ന യങ് സ്പാനിഷ് താരത്തെ എത്തിക്കുന്നതിലൂടെ പ്രതിരോധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് റയൽ കരുതുന്നത്.